ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ഐറ്റംസുമായിട്ടാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഞാൻ ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കിയിരുന്നു. ക്യാരറ്റ് മിക്സിയിലടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എനിക്ക് കളയാൻ തോന്നിയില്ല അത് കണ്ടപ്പം. അപ്പോൾ ഞാനത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഹലുവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അത് ഉണ്ടാക്കിയപ്പോൾ മക്കൾ നന്നായിട്ട് കഴിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും ഏലക്കായി അങ്ങനെയൊക്കെ എല്ലാം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തതിൻ്റെ അതിൻ്റെ വേസ്റ്റാണത്. അപ്പോൾ അത് എനിക്കത് കളയാൻ തോന്നിയില്ല, നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് പെട്ടിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൽ കുറഞ്ഞ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് നെയ്യിലിട്ടിട്ട് വറുത്തെടുത്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഏലക്കായ കൂട്ടി അടിച്ചുകൊണ്ട് ഏലക്കായൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തു. അതിലേക്ക് ഞാനൊരു മുറി തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി അതിൽ വെള്ളം ഇതൊക്കെ അതിൽ വറ്റിക്കണുണ്ട്. ഇപ്പോൾ തേങ്ങയും പിന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു ഇതും എല്ലാം നന്നായിട്ട് വറുത്ത് വന്ന മാതിരിയായിട്ടുണ്ട്. നമ്മൾ വറവിട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇതിന് എന്ത് പേര് കൊടുക്കുമെന്ന് അറിയില്ല, എന്നാലും പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം, മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും. ഏലക്കായൻ്റെയും പിന്നെ ആ തേങ്ങൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അല്പം മധുരം കൂടി ഇട്ട് കൊടുത്താൽ മക്കൾ നന്നായിട്ട് കഴിച്ചോളൂ. ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമെന്നറിയില്ല. ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക, ക്യാരറ്റിൻ്റെ ആ ഒരു വേസ്റ്റ് വരുന്നത് ഇനി കളയണ്ട, ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ട ഈ ഒരു സമയത്ത്. അവർക്ക് എന്ത് കൊടുത്താലും 4 മണിക്കും എന്താണെങ്കിലും അവർ കഴിച്ചോളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.